ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 54-55 തിരുവചനങ്ങൾ. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. ഹൗവ എന്ന ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ഭാര്യ, ഈ ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ. ആ സ്ത്രീ മൂലം ഈ ലോകത്തിലെ ആദ്യത്തെ കുടുംബജീവിതത്തിൽ സംഭവിച്ചു പോയ അനുസരണക്കേടിനും പാകപ്പിഴകൾക്കും മറിയം എന്ന രണ്ടാം ഹവ്വായിലൂടെ പ്രതിവിധി കണ്ടെത്തക്ക വിധം സകലവിധ നന്മകളാലും ദൈവം അലങ്കരിച്ച പരിശുദ്ധ കന്യക മറിയം. ആ നസ്രത്തിലെ മറിയമാണ് വിവാഹത്തിലൂടെ കുടുംബിനിയുടെ റോളിലേക്ക് കടന്നു വരുന്ന എല്ലാ സ്ത്രീകളുടെയും മാതൃകയാവേണ്ടവൾ. എന്താണ് മറിയത്തിന് ദൈവം നൽകിയ അലങ്കാരങ്ങൾ? വിധേയത്വത്തിൻ്റെ ഹൃദയം പേറുന്ന മറിയം, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും രാജ്ഞിയായ വിശുദ്ധ കന്യക മറിയം, സന്മനസ്സിൻ്റെ ഉത്തമ ഉദാഹരണം, ദാമ്പത്യത്തെ കുടുംബത്തെ സ്ഫടിക തുല്യമാക്കിയ വിശുദ്ധ കന്യക മറിയം. ആ വിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ഓരോ കുടുംബിനികൾക്കും അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ മക്കളെ പ്രാർത്ഥന കൊണ്ടും ജീവിത മാതൃക കൊണ്ടും നല്ല പ്രകാശം നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പസ്തോലനായ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദാമ്പത്യത്തിൽ സ്ത്രീകളുടെ കടമയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം അനുസരിക്കാത്ത ഭർത്താക്കന്മാരെ തങ്ങളുടെ നല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഒരുക്കപ്പെട്ടവർ, അതിന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ കന്യക മറിയം. ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നിഷ്കളങ്കവുമായ പെരുമാറ്റം കൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന സ്ത്രീകളാകുവാൻ നമ്മെ സഹായിക്കുന്ന വിശുദ്ധ കന്യക മറിയം. ഒരു പുരുഷനെ, തൻ്റെ പൊന്നോമന മക്കളെ തെറ്റായ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ, വഴികളെ തിരുത്തി എഴുതിക്കുവാൻ, അങ്ങനെ കുടുംബത്തെ ഒന്നടക്കം ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ ഓരോ സ്ത്രീകൾക്കും അമ്മമാർക്കും മാതാവിൻ്റെ മധ്യസ്ഥത കൊണ്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പുരുഷനെ ഒറ്റയടിക്ക് വരച്ച വരയിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അസഹിഷ്ണുത കളഞ്ഞ് ഭർത്താവിൻ്റെ കുറവുകളിൽ, ഭർത്താവിൻ്റെ പിടിപ്പുകേടിൽ കുറ്റങ്ങൾ കണ്ടെത്തി കുടുംബ ജീവിതത്തിൻ്റെ താളത്തിന് അഭംഗി വരുത്താതെ വിധേയത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്മനസ്സിൻ്റെയും സഹനത്തിൻ്റെയും വിവിധ ഭാവങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല അമ്മയാകുവാൻ, ഒരു നല്ല ഭാര്യയാകുവാൻ പരിശുദ്ധ കന്യക മറിയാമിൻ്റെ മധ്യസ്ഥത നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.